ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സുപ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് നമ്മുടെ ബ്രിട്ടൻ ഒഴിവുകളുള്ള കനത്ത ഇടിവ് വന്നിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത്, മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ ക്രെഡിബിലിറ്റിയാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നതിൻ്റെ പിന്നാലെ പിറ്റേ 2 ദിവസം ശേഷമാണ് നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ 2024 കൺസർവേറ്റീവ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ എന്ന് വെച്ചാൽ ഇലക്ഷൻ വാഗ്ദാനങ്ങൾ. നമ്മൾ ഓരോ പാർട്ടി, ഇവിടെ കൺസർവേറ്റീവ് പാർട്ടിയുണ്ട്, ലേബർ പാർട്ടിയുണ്ട്, റീഫോം പാർട്ടിയുണ്ട്, അങ്ങനെ പല പാർട്ടികളുണ്ട്. അപ്പം നമ്മുടെ ഇപ്പം ഭരണത്തിലുള്ള ഋഷി സുനകിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നാൽ അവർ കൊണ്ടുവരുന്ന വാഗ്ദാനങ്ങളാണ് ഈ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ. 76 പേജുള്ള ഇലക്ഷൻ മാനിഫെസ്റ്റോ ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ഈ ആദ്യത്തെ ഒരു ന്യൂസിൻ്റെ, അല്ലെങ്കിൽ ബ്രിട്ടനിൽ നേഴ്സുമാരുടെ ഒഴിവുള്ള കനത്ത ഇടിവെന്നുള്ള ഒരു ന്യൂസിൻ്റെ ഒരു ആൻസർ എന്ന് തന്നെ നമുക്ക് പറയാം ഇവരുടെ NHSൻ്റെ വാഗ്ദാനങ്ങൾ. അപ്പോൾ ഈ ഒരു മെയിനായിട്ട് ഈ ഒരു ഇലക്ഷനിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ NHSൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, റിക്രൂട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ NHSൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ഏകദേശം 7.2 ബില്യൺ കടന്നിരിക്കുന്നു പറഞ്ഞ് ONSൻ്റെ സർവേ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. അത് ശരിക്കും കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു ജനപിന്തുണയെ വീണ്ടും ബാധിച്ചിരിക്കുകയാണ്. നമ്മുടെ നെറ്റ് എമിഗ്രേഷനിലൊക്കെ കുറച്ചത് ഈ കൺസർവേറ്റീവ് പാർട്ടി, ഋഷി സുനകിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി നെറ്റ് എമിഗ്രേഷനിലൊക്കെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ വരികയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റ് വീണ്ടും NHSൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് വീണ്ടും കൂടിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ NHSനെ മെയിനായിട്ട് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്ത് നെക്സ്റ്റ് ഇലക്ഷനിൽ NHSനായിരിക്കും മെയിനായിട്ടുള്ളൊരു കോൺസെൻട്രേഷൻ എന്നാണ് നമ്മുടെ ഈ ഒരു മാനിഫെസ്റ്റോയിൽ കൂടി നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ മെയിനായിട്ട് അവർ പറയുന്നത്, ഞാൻ ജസ്റ്റ് അവരുടെ മെയിൻ പോയിന്റുകൾ അല്ലെങ്കിൽ മെയിൻ വാഗ്ദാനങ്ങൾ, NHSന് വേണ്ടിയിട്ടുള്ള മെയിൻ വാഗ്ദാനങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇൻക്രീസ് NHS സ്പെൻഡിങ് എബോവ് ഇൻഫ്ലേഷൻ എവരി ഇയർ. അപ്പം NHSൻ്റെ ചിലവും ഫണ്ടിങ്ങും എല്ലാം ഓരോ വർഷവും വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ ഋഷി സുനക് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ അവർ കൊണ്ടുവരാനുള്ള അവർ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ രണ്ടാമത്, വെയിറ്റിംഗ് ലിസ്റ്റ് ബൈ റിക്രൂട്ട് 92,000 നഴ്സസ് ആൻഡ് 28,000 ഡോക്ടേഴ്സ്. അപ്പം വെയിറ്റിംഗ് ലിസ്റ്റ് കട്ട് ചെയ്യുന്നതാണ് മെയിനായിട്ട്. ഇപ്പോൾ എല്ലാ പാർട്ടികളിലും, ഇപ്പം ലേബർ പാർട്ടി ആണെങ്കിലും റീഫോം പാർട്ടി ആണെങ്കിലും എല്ലാവരും ഈ ഒരു NHSൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് കട്ട് ചെയ്യുന്നതിലാണ് പ്രിയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി വെയിറ്റിംഗ് ലിസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി 92,000 നഴ്സസും 28,000 ഡോക്ടേഴ്സിനെയാണ് അവർ കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യുമെന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് തന്നെ ഈ പറയുന്ന നമ്പേഴ്സ് 92,000 നഴ്സസിനെയും 28,000 ഡോക്ടേഴ്സിനെയും അവർ റിക്രൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, കട്ട് NHS മാനേജേഴ്സ് ബൈ 5,500. അപ്പം NHS മാനേജേഴ്സിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് ഫ്രണ്ട് ലൈൻ സ്റ്റാഫായിട്ടുള്ള നമ്മുടെ നഴ്സസിനെയും ഡോക്ടേഴ്സിനെയും കൂടുതൽ റിക്രൂട്ട് ചെയ്യാനാണ് അവരുടെ ഒരു കീ പ്ലാൻ എന്ന് നമുക്ക് പറയാം. അപ്പം മാനേജേഴ്സിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് ലൈൻ സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടാനാണ് അവർ ആലോചിക്കുന്നത്. അപ്പം ഏകദേശം മൊത്തത്തിൽ 1,20,000 പുതിയ സ്റ്റാഫുകളാണ് അടുത്ത പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പായിട്ട് ഇവിടെ റിക്രൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ വന്നിരിക്കുന്ന മെയിനായിട്ടുള്ള കാര്യം. ഇത് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസാണ്. നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നാൽ, നമ്മുടെ ഋഷി സുനക് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ അവർ അടുത്ത ഇലക്ഷന് മുമ്പ് കൊണ്ടുവരുമെന്ന് തന്നെയാണ് പറയുന്നത്. അവരുടെ ലോങ് ടൈം, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് അവരുടെ ലോങ് ടൈം പ്ലാൻ ഉണ്ട്. കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെയുള്ള നഴ്സസിനെ കൂടുതൽ ട്രെയിൻ ചെയ്ത് റിക്രൂട്ട് ചെയ്യാനാണ്. പക്ഷേ ഇപ്പം ഞാൻ പറയാമല്ലോ, ഈ നെക്സ്റ്റ് പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷം മാക്സിമം. ഇത്രയും ഒരു ചെറിയൊരു ഗ്യാപ്പിനുള്ളിൽ ഇത്രയും 1,00,000-ലധികം ഒരു സ്റ്റാഫിനാണ് 92,000 നഴ്സസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് നമ്പറാണ്. നിങ്ങൾക്കറിയാമല്ലോ, 2018 മുതൽ 2023 വരെ നടന്ന ഒരു വലിയൊരു മാസീവ് റിക്രൂട്ട്മെൻറ്റിൽ പോലും 50,000 നഴ്സസാണ് UK-യിലേക്ക് വന്നത്. അപ്പോൾ ഏകദേശം 50,000 നഴ്സസ് വന്നതിൻ്റെ പുറകെയാണ് അവർ ഇവിടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം അവർ ഈ 50,000 നഴ്സസ് വന്നതുകൊണ്ട് അത്യാവശ്യം ഇവിടെ ഹോസ്പിറ്റലിലെല്ലാം ഒരുവിധം സ്റ്റാഫ് ഷോർട്ടേജ് ഫില്ലായി. അത്യാവശ്യമാണ്. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാൽ 40,000 വേക്കൻസീസ് ഇംഗ്ലണ്ടിൽ മാത്രമായിട്ടുണ്ട്. അപ്പം ഈ ഒരു വേക്കൻസീസൊക്കെ ഫില്ലായെങ്കിലും ഇനിയും അവർ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു 3-4 വർഷങ്ങൾക്കുള്ളിൽ
അതിൻ്റെ ഇരട്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം 1,20,000 പുതിയ സ്റ്റാഫ്, പുതിയ ഫ്രണ്ട് ലൈൻ സ്റ്റാഫ്, 92,000 നഴ്സസും 28,000 ഡോക്ടേഴ്സുമാണ് അവർ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഒരു നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഡൊമസ്റ്റിക് ഇവിടെ പഠിക്കുന്ന ഇവിടെയുള്ള നഴ്സസിനെ അവരെ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇവിടെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഈ ഒരു നമ്പേഴ്സ് ഇവർക്കത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓഫ് കോഴ്സ് ഇതിൻ്റെ ഒരു 75% അവർ വീണ്ടും ചാൻസ് എന്ന് പറഞ്ഞാൽ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റിലൂടെ ആയിരിക്കും. ഈ ഒരു 1,02,000 എന്ന് അവർ പറഞ്ഞ ഒരു നമ്പർ അവർ മീറ്റ് ചെയ്യും. മിനിമം 50 to 75% നമുക്ക് ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് ചെയ്താലേ പറ്റും. ഇവിടെ നമുക്ക് മാക്സിമം നമുക്കറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്താൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ വീണ്ടും നോക്കുക. ഇപ്പോൾ കഴിഞ്ഞ 2025 വരെയുള്ള പ്ലാൻ അനുസരിച്ച് ഏകദേശം 11,000 നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത്രയും വിദ്യാർത്ഥികൾ കുറവാണ്. ഇവിടെയുള്ളവർക്ക് അധികം നഴ്സിംഗ് മേഖലയിലേക്ക് വരാനുള്ള ഒരു താല്പര്യക്കുറവ് അത് വീണ്ടും അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരെ മാക്സിമം വിദ്യാഭ്യാസം കൊടുത്ത്, നഴ്സിംഗ് വിദ്യാഭ്യാസം കൊടുത്ത് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് ശരിക്കും വലിയൊരു കടമ്പ തന്നെയാണ്. അത് മേ ബി കുറേ വർഷങ്ങൾക്ക് ശേഷം അതിനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതൊന്നും ഒരു പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. ശരിക്കും ഈ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ 1,20,000 അല്ലെങ്കിൽ 92,000 നഴ്സസ് പ്ലസ് 28,000 ഡോക്ടേഴ്സ് ബിഫോർ നെക്സ്റ്റ് പാർലമെൻറ്റ് ഇലക്ഷൻ അവർ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓവർസീസ് റിക്രൂട്ട്മെൻറ്റിനെ അവർ ആശ്രയിക്കേണ്ടിയിരിക്കും. അപ്പം ഈ ഒരു ശരിക്കും ഇവിടെ നമുക്കറിയാമല്ലോ, ഈ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജിൻ്റെ ഒരു പ്രശ്നം കാരണമാണ്. ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഷോർട്ടേജ് തന്നെയാണ്. ഇവിടെ ഓരോ ഹോസ്പിറ്റലിലും അതിൻ്റെ പക്കത കറക്റ്റായിട്ടുള്ള സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വെയിറ്റിംഗ് ലിസ്റ്റ് ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് കുറയും. അപ്പം മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ സ്റ്റാഫിനെ, ഫ്രണ്ട് ലൈൻ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യും, മാനേജേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുകയുമാണ്. അപ്പം പുതിയ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഋഷി സുനക് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ 2015 മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിട്ടുണ്ട് 40 പുതിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ അത് എത്രയും ഫാസ്റ്റ് ആക്കാനാണ് അവർ ഈ ഒരു മാനിഫെസ്റ്റോയിലൂടെ അഷുറൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2.5 മില്യൺ മോർ NHS ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ്സ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പം ഡെൻ്റൽ മേഖലയെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡെൻ്റൽ ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്യുവാനും അതുപോലെ തന്നെ 2.5 മില്യൺ കൂടുതൽ ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ്സ് കൊണ്ടുവരാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പം 2024 കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്ന മാനിഫെസ്റ്റോയിൽ ഇത്രയും ഈ ഒരു 92,000 നഴ്സസ് അവർ റിക്രൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ എത്രമാത്രം സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടെന്ന്. ശരിക്കും ഈ ഒരു ഷോർട്ടേജ് നമുക്ക് ഇവർ വെളിയിലൊന്നും വിടാത്തൊരു കണക്കാണ്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഷോർട്ടേജ് ഉണ്ട്. പക്ഷേ അവർ ഇപ്പം ഏജൻസി സ്റ്റാഫിനെയും ഡൊമസ്റ്റിക് സ്റ്റാഫിനെയും അങ്ങനെയുള്ള പലതും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ നമ്മുടെ ഈ ഒരു ഇലക്ഷന് ശേഷം അതിപ്പോൾ ആര് ഭരണത്തിൽ വന്നാണ് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ പാർട്ടികളുള്ളത് നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി, ലേബർ പാർട്ടി, നമ്മുടെ റീഫോം പാർട്ടി, ഗ്രീൻ പാർട്ടി, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പാർട്ടികൾ. അപ്പോൾ മെയിൻ പാർട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസർവേറ്റീവും ലേബർ പാർട്ടി. ഇവർ ആര് ഭരണത്തിൽ വന്നാലും റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടാകും, അതുപോലെ വെയിറ്റിംഗ് ലിസ്റ്റുകൾ കുറയ്ക്കും. ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും മെയിൻ അജണ്ട. അപ്പം ഇതിനായിട്ട് മെയിൻ നമ്മുടെ ഋഷി സുനകിൻ്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി ഉറപ്പ് തന്നിരിക്കുന്നത് 92,000 നഴ്സസിനെ അടുത്ത പാർലമെൻറ്റിന് ഇലക്ഷന് മുമ്പ് റിക്രൂട്ട് ചെയ്യും എന്ന് തന്നെയാണ്. സ്റ്റാഫിൻ്റെ ഇപ്പം സ്റ്റാഫ് ഷോർട്ടേജ് ഇല്ലാതെ ഇത്രയും നഴ്സസിനെ അവർക്ക് റിക്രൂട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു മാനിഫെസ്റ്റോ ആണ് നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി റിക്രൂട്ട് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ഹ്യൂജ് റിക്രൂട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റിന് ഉറപ്പായിട്ടും അവർ പ്രയോറിറ്റി കൊടുക്കും. അല്ലെങ്കിൽ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റിനെ ആശ്രയിക്കാതെ ഇത്രയും വലിയൊരു റിക്രൂട്ട്മെൻറ്റ് പ്ലാൻ ഇവർക്ക് നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാം. സോ നിങ്ങൾ ഓരോരുത്തരും OETയും CBTയും പഠിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഈ ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ. നമുക്കറിയില്ല കൺസർവേറ്റീവ് പാർട്ടി ജയിക്കുമോ ലേബർ പാർട്ടി ജയിക്കുമോ എന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ ജൂലൈ 4-ാം തീയതിയോടെ നമുക്ക് ഏകദേശം ഇതിനെക്കുറിച്ചുള്ള ഐഡിയകൾ കിട്ടും. എങ്കിലും ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും റിക്രൂട്ട്മെൻറ്റുകളും കൂടുതൽ കൊണ്ടുവരാനാണ് ചാൻസ്. അതുപോലെ വെയിറ്റ് ലിസ്റ്റ് കുറയ്ക്കാനാണ് ഏറ്റവും വലിയൊരു അജണ്ടയായിട്ട് എല്ലാ പാർട്ടികളും ചൂണ്ടിക്കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ജൂലൈ 4 ഇലക്ഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു ആഗസ്റ്റോടെ നമുക്ക് റിക്രൂട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാം. വലിയൊരു ഹോപ്പാണ് നമുക്ക്
കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നാൽ നമുക്ക് വലിയൊരു ഹോപ്പാണ് നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ വലിയൊരു ഇതാണ് നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടാൻ പോകുന്നത്. ഏകദേശം 92,000 നേഴ്സസ് ആൻഡ് 28,000 ഡോക്ടേഴ്സാണ് പുതുതായിട്ട് UK റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി ഉറപ്പ് തരുന്നത്. സോ എല്ലാവരും ദയവായി ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ ആ പറഞ്ഞ ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ ബ്രിട്ടനിലെ നഴ്സുമാരുടെ ഒഴിവുകളുള്ള കനത്ത ഇടിവെന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ആൻസറാണ് നമ്മുടെ ഈ ഒരു കൺസർവേറ്റീവ് പാർട്ടി പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു കണക്കുകൾ. അപ്പോൾ നിങ്ങൾ എത്രമാത്രം സ്റ്റാഫ് ഷോർട്ടേജ് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്നവരെ ഇനി ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.